നമസ്കാരം സജീവൻ സാറേ. നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മഴക്കാല മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിലാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുമിൾനാശിനികൾ അഥവാ ഫംഗിസൈഡുകൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും ഇപ്പം അനിവാര്യമാണ്. കാരണം അഴുകലിനെ പ്രതിരോധിക്കുക, ഫിസേറിയം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുക, അതൊക്കെ എപ്രകാരമായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ബയോ ആയിട്ടുള്ള മിത്രകുമിളുകൾ, അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ. ഡെന്നീസ്, നമ്മൾ മഴക്കാല മുന്നൊരുക്കമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മഴക്കാല മുന്നൊരുക്കത്തിൽ നമ്മൾ കാര്യം പറഞ്ഞിട്ടും പ്രതീക്ഷിച്ച സമയത്ത് ഇതുവരെ നമുക്ക് മഴ പെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മഴ പെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കുമിൾനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഇപ്പം അഴുകല, തട്ടമറിച്ചിൽ മെയിനായിട്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നത് അമിതമായിട്ട് തോട്ടം ശ്രദ്ധിക്കാതെയും അമിതമായിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തതും നനയൊക്കെ വരുന്നവർക്ക് അഴുകലിനൊക്കെ കൂടുതൽ തട്ടമറിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ബയോ ചെയ്യുമ്പം ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് കെമിക്കൽ സാധനങ്ങളുണ്ട്, അത് ഉപയോഗിച്ചൊരു 30 ദിവസമെങ്കിലും ഗ്യാപ്പ് ഇടണം. പിന്നെ നമുക്ക് മറ്റേ സുഡോമോണാസ്, ബാസിലസ് സബ്സ്റ്റൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയമൈസ് ഒന്നും ഉപയോഗിക്കരുത്. എങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഈ ഫംഗിസൈഡിൻ്റെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ കൃത്യമായിട്ടൊരു 15-20, ഏറ്റവും നല്ലൊരു 30 ദിവസം ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അഴുകലിന് നമുക്കറിയാവുന്ന ബോഡോ മിശ്രിതത്തിൻ്റെ ആപ്ലിക്കേഷനുണ്ട്, COCയുടെ ആപ്ലിക്കേഷൻ, അങ്ങനെ ഇതിനെല്ലാം പകരമുള്ള സാധനങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അഴുകൽ കൂടിക്കഴിയുമ്പോൾ, അല്ല തട്ടമറിച്ചിൽ കൂടിക്കഴിയുമ്പോഴത്തേക്കും, കുറിച്ചിൽ കൂടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അതിൻ്റെ കെമിക്കൽ പറയേണ്ട, ഒരു സിംഗിൾ മോളിക്യൂളായതുകൊണ്ട് പറയാം, ഈ മോൺസൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ നമ്മുടെ കിറ്റാസിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആക്കി നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ തട്ടമറിച്ചിലിന് ഇപ്പം ബോസ്കാലിഡ് പ്ലസ് പൈറോക്ലോസ്ട്രോബിൻ ഇതുണ്ട്. ഇത് നമ്മൾ നോക്കിയിട്ട് ഓരോ ഏരിയയ്ക്കും പറ്റുന്ന സാധനങ്ങൾ അതിന് വേണ്ടുന്ന കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ബോഡോ മിശ്രിതവും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുമ്പം അഴുകൽ നല്ല കൺട്രോൾ കിട്ടും. പക്ഷേ അതിന് അത്യാവശ്യം വേണ്ടത് കൂട്ട് റെഡിയായിരിക്കണം. പിന്നെ COC ഉപയോഗിക്കാം. COC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അഴുകല, തട്ടമറിച്ചില ഇതിന് കൂടാതെ COC അഡ്വാൻസ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫിസേറിയവും കൂട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈറ്റോപ്തോറയ്ക്ക് നല്ല കൺട്രോൾ കിട്ടുന്നത് പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് ഉണ്ട്. പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്ന് വെച്ചാൽ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. ആ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് നല്ല കമ്പനിയുടെ സെലക്ട് ചെയ്തിട്ട് ഇതിനൊപ്പം ഹെക്സാകൊണസോളോ ടെബുകൊണസോളോ COC ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബയോ ചെയ്യുന്നവർ നമ്മൾ ചെയ്യുന്ന ഫീൽഡ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സമയം നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കൂട്ടാണ്, എല്ലാ ഏരിയയിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവണമെന്നില്ല. അതാത് ഏരിയയിൽ നമുക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനകത്തിൽ എക്സ്പേർട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അഡ്വാൻസ് ആപ്ലിക്കേഷനാണ് എപ്പോഴും നല്ലത്. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിന് നല്ലത്, വരാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് സ്പ്രേയിങ്ങും ഉണ്ട്, ഡ്രഞ്ചിങ്ങും ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കി ചെയ്യുക. വേണ്ടാത്ത സാധനങ്ങൾ അനാവശ്യമായിട്ട് മുന്നോട്ട് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക.